ഓണം സ്പെഷ്യൽ അരിപ്പായസമാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ലോക്ക്ഡൗണിൽ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിവിടെ അരിയും ചെറുപയർ പരിപ്പും ചേർത്തിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെറുപയർ പരിപ്പൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് 1 ഗ്ലാസ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അരി മാത്രമായിട്ട് വെക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. 1.5 കപ്പ് ഉണങ്ങലരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഉണങ്ങലരിക്ക് പകരം പച്ചരിയും എടുക്കാം കേട്ടോ. നമ്മൾ ഏത് കപ്പിലാണോ ചെറുപയർ പരിപ്പ് എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ 1.5 കപ്പ് ഉണങ്ങലരിയും എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 3/4 പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുമ്പോൾ. 2 തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും 1/4 പാലും 2/4 പാലും നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ 3/4 പാല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളത്തിലൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് 3/4 പാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 5 കപ്പോളം 3/4 പാല് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 6 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ 9 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. 600 ഗ്രാം ശർക്കര. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2/4 പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഈ കുക്കറിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. പായസം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പായസം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. 1/4 പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ പായസം തിളപ്പിച്ചെടുക്കരുത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്താൽ മതി.
തിളക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കോരിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. താങ്ക് യു.